നിങ്ങൾ ചെയ്തത് പ്രോസ്റ്റിറ്റ്യൂട്ട് ലെവലാണ്, ബെഡ്റൂം സീൻസ് ഒക്കെ ചെയ്യുന്നത്. ബെഡ്റൂം സീൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ബെഡ്റൂം സീൻസ് എന്ന് പറയാൻ പറ്റിയ എത്ര കണ്ടന്റ് ഒന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് കണ്ടോണെങ്കിൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളെ വീഡിയോസ് കാരണം പിള്ളേർക്ക് ഫോൺ കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള പരാതി ഉണ്ട്. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? പുറത്തിറങ്ങുമ്പോഴത്തേക്കും പിള്ളേരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരു പിള്ളേർക്ക് കാണാൻ പറ്റാതായിട്ടുള്ള ഒന്നും തന്നെ ചാനലിൽ കാണിക്കുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞ ഒരാള് ജസ്റ്റ് ഒന്ന് തീ കൊളുത്തിയാൽ മതി, പിന്നെ വല വരും. ചേച്ചിക്ക് അത്രയ്ക്ക് ഇതാണെന്നുണ്ടെങ്കിൽ മുരിക്കില് കയറാ, അത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരോട് എന്തായിരിക്കും നിങ്ങൾ പറയാം? ഡയറക്ട്ലി ഫേസ് ടു ഫേസ് വന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ല. ഈ കമന്റ് സെക്ഷനിൽ വന്നിട്ട് കൃത്യമായിട്ട് പറയാൻ മാത്രം കുറച്ച് ആളുകൾ ഉണ്ട് എന്ന് എന്തായാലും ഈ കമന്റ്സ് കണ്ടാൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പറയുന്ന ആളുകൾ അത്രയും ചീപ്പായിട്ടുള്ള കമന്റ്സ്, എന്തായാലും അത്രയും ആ ലെവലിലുള്ള ആളുകളായിരിക്കും അത്രയും ചീപ്പ് കമന്റ്സ് ഉണ്ട്. പിന്നെ നമ്മളും അതേപോലെ റെസ്പോണ്ട് ചെയ്ത് പിന്നെ അവരും നമ്മളും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഒരു വൾഗർ ടൈപ്പിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പം അത് കാണുന്ന ആൾക്കാർ അത് ബാഡ് കമന്റ് ഇടാറുണ്ടല്ലേ? പേഴ്സണലി കുറെ പേര് കൺട്രാക്ട് ചെയ്തിട്ട് കുറെ പേര് മെസ്സേജ്, അതാണ് എനിക്കും മനസ്സിലാവാത്ത കാര്യം. കമന്റ്സിൽ കുറെ പേര് വന്നിട്ട് നെഗറ്റീവ് പറയുന്നെങ്കിലും നമ്മുടെ പേഴ്സണൽ ആയിട്ട് ആരും വന്നിപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിൽ നമ്മുടെ അടുത്ത് ആരും ഒന്നും പറയുന്നില്ല. പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് അങ്ങനത്തെ രീതിയിലൊന്നും ഇല്ല. എങ്കിലും ഒരു കമന്റ് കണ്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടോ? പിള്ളേരെ വരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പറയാൻ നേരത്ത് പൊതുവിലെ പാരന്റ്സിന് നമുക്കൊരു ഉള്ളിലൊരു സങ്കടം. കമന്റ്സ് വായിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ആ മോട്ടിവേഷൻ അങ്ങോട്ട് ഇല്ലാണ്ടാകും. സോ ഒരു പരിധി ഞങ്ങൾ അത് അവോയ്ഡ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് ഞങ്ങൾ പരസ്പരം എടുത്ത ഡിസിഷനിലാണ് അത്. മുന്നേ കുറെ പേര് ഇപ്പൊ ചോദിക്കാറുണ്ട്, നമ്മള് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെന്നാണെങ്കിൽ അതിലേയും താഴ്ന്ന് നമ്മൾ സംസാരിക്കാൻ. പിന്നെ അതിന് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈം കമന്റ്സ് വരുമ്പോ തന്നെ നമുക്ക് സങ്കടമൊക്കെ വന്ന ടൈമാണ് കേട്ടോ. ആ ടൈമില് കൊടുക്കുമായിരുന്നു. പക്ഷെ അവരുടെ അത്രയും ചീപ്പ് ലെവലിലേക്ക് പോകാൻ പറ്റാതെ ആകുമ്പോഴാണ് കരയണതാണത് ലാസ്റ്റ് ബ്ലോക്ക് ആകും. ഇത്രയും രീതിയിൽ തിങ്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അല്ലേ? ഫസ്റ്റ് ടൈമിലൊക്കെ കരയും ഞാൻ തല്ലുടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം ചില കമന്റ്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. ആ ഒരു സങ്കടത്തിൽ നിന്നാണ് നമ്മൾ ബോൾഡ് ആയിട്ട് ഇത് പോസിറ്റീവായിട്ട് കണ്ടു തുടങ്ങിയത്. ആക്ച്വലി നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് വീട്ടുകാരൊക്കെ എന്താ പറയുന്നത്? കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് കമന്റ്സ് കാണുമ്പോൾ അവർക്കും ദേഷ്യം വരും. ഇവരായിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു സംഭവം ഒന്നും അറിയിട്ടില്ല. സപ്പോർട്ടാണ്. കാരണം ഞങ്ങളിപ്പോ വീഡിയോ ചെയ്യാനാണെങ്കിലും കുട്ടികളെ ഒന്ന് ഇടയ്ക്ക് മാറ്റി നിർത്തുകയല്ലേ ചെയ്യാം. വീട്ടിലാണെങ്കിലും അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. കുട്ടികളെ നോക്കുകയും വീഡിയോ ചെയ്യാനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ഇട്ടത് കൊണ്ടല്ലേ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരുന്നത് ഇതുവരെയായിട്ട് അവരെന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ. കോപ്പി ചെയ്തിട്ടാണ് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? ഒരു കണ്ടന്റ് 1000 പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ ട്രെൻഡ് അല്ലേ? കോപ്പി ചെയ്തിട്ടാണെങ്കിലും അത് അഭിനയിക്കുന്ന വേറെയാണ്, നമ്മുടെ രീതി ക്യാമറ ആംഗിൾസ് വേറെയാണ്. അത് കണ്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അതിന് വ്യൂസ് കയറുന്നത്. അല്ല, നമ്മള് ചെയ്ത ലോഹോ അല്ലേ, അവര് ചെയ്ത ലഹ എന്ന് പറയുന്ന അവര് ചെയ്തപ്പോഴൊന്നും നിങ്ങൾ ഇതേപോലെ കമന്റ് ചെയ്തിട്ടില്ല. ഇവര് ചെയ്യുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ ഒരു കമന്റ്സ് എന്ന രീതി കമന്റ്സ് ചോദിക്കും. അമ്മ വന്ന് വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ എപ്പോഴെങ്കിലും പറ്റില്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയാം. തരാറുണ്ട്. വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു സംഭവം ഒന്നും അറിയിട്ടില്ല. സപ്പോർട്ടാണ്. കാരണം ഞങ്ങളിപ്പോ വീഡിയോ ചെയ്യാനാണെങ്കിലും കുട്ടികളെ ഒന്ന് ഇടയ്ക്ക് മാറ്റി നിർത്തുകയല്ലേ ചെയ്യാം. വീട്ടിലാണെങ്കിലും അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. കുട്ടികളെ നോക്കുകയും വീഡിയോ ചെയ്യാനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും. എന്താ ചെയ്യണത്? വർക്ക് ചെയ്യാണോ രണ്ടുപേരും? കറന്റ്ലി ഫ്രീലാൻസ് ആയിട്ട് ജിമ്മിലല്ല, ഫ്ലാറ്റുകളിലും വീടുകളിലും പോയിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ലവ് മാരേജ് ആണ് അല്ലേ? ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ സ്റ്റോറി കേൾക്കാം. പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. സംസാരിച്ച് വീഴ്ത്തിയെന്നാണ് പറയാൻ. കാലം വളർന്നു, പക്ഷെ ആള് വളർന്നിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇന്ന് മെസ്സേജ് ഉണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ റിപ്ലൈ വരാൻ വേണ്ടിയിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും റിപ്ലൈ. അല്ലെ, FB പൊതുവെ യൂസ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഷിജാൻ FB ആയിരുന്നു കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാൻ കുറച്ച് ഡിലേ വന്നത്. അങ്ങനെ ഇൻസ്റ്റയിൽ ആയിരുന്നെങ്കിൽ മേ ബി പെട്ടെന്ന് കിട്ടുമായിരുന്നെ. എന്തിനാ മെസ്സേജ് ഇല്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.
മഴവിൽ കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു വൈറൽ കപ്പിളാണ്, ജോമിയ ആൻഡ് നിർമ്മൽ. വെൽക്കം ബാക്ക് ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷങ്ങളാണ്, ഫുൾ വിശേഷങ്ങളാണ്. എങ്ങനെ പോണു വീഡിയോസ് ഒക്കെ പോകുന്നുണ്ട്. പിന്നെ പിള്ളേരെ ഒന്നിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെതായ ഒറ്റ ഇപ്പൊ അവര് രണ്ടുപേരും ഇപ്പൊ ഫോൺ യൂസ് ചെയ്യാൻ വീഡിയോ എടുക്കണമെങ്കിൽ മതി വെച്ചോ അപ്പൊ അങ്ങനെ കുഞ്ഞു പിള്ളേരായതുകൊണ്ടേ നമ്മള് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മതി അവിടെ കളിക്കാൻ ഇപ്പൊ അമ്മിച്ച ഉള്ളതുകൊണ്ട് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് നമ്മള് ടൈം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ആരുടെ അമ്മയാണ് കൂടെ നിൽക്കുന്നത്? എന്റെ അമ്മ. അമ്മയാണ്, ചേട്ടൻ്റെ അമ്മയാണ് നിൽക്കുന്നത്. ഫാമിലിയൊക്കെ? ചേച്ചിയുണ്ട്, ചേച്ചിനെ കെട്ടിച്ചു ബോൾഗാട്ടില്. അവിടെ എന്റെ വീട് കടവന്ത്രയിലാണ്. മമ്മിയുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട് രണ്ട്. ലവ് മാരേജ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ സ്റ്റോറി കേൾക്കാം. അപ്പൊ ആ ഒരു സ്റ്റോറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് ആകാംക്ഷയുണ്ട്. അപ്പൊ നമ്മൾ ലവ് സ്റ്റോറി നമ്മൾ ഓൾറെഡി രണ്ട് ചാനലിട്ടുണ്ട്. നമ്മൾ പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. ആരാദ്യം മെസ്സേജ് അയച്ചേ? ഒബ്വിയസ്ലി ഞാനായിരിക്കുമല്ലോ. ഒരു മെസ്സേജ് അല്ല, 1000 മെസ്സേജ്. അപ്പൊ അങ്ങനെ കുറെ മെസ്സേജ് ഇട്ട് റിപ്ലൈ ഒന്നും ആദ്യം ഇല്ലാന്. ആസ് യൂഷ്വൽ ഒരു 20-30 മെസ്സേജ് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമാണല്ലോ അങ്ങനെ റിപ്ലൈ വന്നപ്പോഴത്തേക്കും നമ്മളിപ്പോ അതിന്റെ ഇടയ്ക്ക് വേറെ കുറെ മെസ്സേജ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ അല്ല, ആദ്യം മെസ്സേജ് അയച്ചപ്പോ എന്തിനാ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടാവില്ലേ? അത് ആൾക്ക് വേറെ കുറെ മെസ്സേജ് വന്നിട്ടുണ്ടാവും. കുറെ മെസ്സേജ് വരല്ലേ, കൂടുതൽ എന്തായാലും ഓടിയടിക്കുന്നു ഞാൻ കാണും. അത് നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ കുറച്ചാണെങ്കിൽ ഇത്രയും മെസ്സേജ് ചെയ്യുമ്പോ അതെന്താണെന്ന രീതിയിൽ ചോദിച്ചു. എന്താ ചോദിച്ചത് അങ്ങോട്ട്? ഹായ് പറയാം. ഞാൻ ഭയങ്കര ഡെസ്പൈഡ് ചെയ്യുന്ന ടൈം ആയിരുന്നു. അപ്പൊ ആ ഡെസ്പൈഡ് ചെയ്യുന്ന സമയത്ത് വന്നൊരു മെസ്സേജ് പെട്ടെന്ന് ഹായ് വന്നു. അപ്പൊ നന്നാണ് സംസാരിച്ചോണ്ട് ഇത്ര മെസ്സേജ് കുറെ ഹായ് അയച്ചു. പക്ഷെ ആള് ഭയങ്കര സംസാരിക്കുന്ന ആളാണ്. ഭയങ്കര സംസാരിച്ച് വീഴ്ത്തിയെന്നാണ് തന്നെ പറയാൻ വേണ്ടി. സംസാരിച്ച് വീഴ്ത്തിയ കഷ്ടപ്പെട്ടോ? കൊറേ എത്ര നാളെടുത്തു? കഷ്ടപ്പെടുന്നതിൽ ആൾക്ക് കാലം വളർന്നു, പക്ഷെ ആള് വളർന്നിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ഇടുന്നത് കത്തിടണ പോലെയാ. അതായത് ഇന്ന് മെസ്സേജ് ഇട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ റിപ്ലൈ വരാൻ വേണ്ടിയിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും റിപ്ലൈ. അല്ല, FB പൊതുവെ യൂസ് ചെയ്യണം. കുറെ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യായിരുന്നു. ഷിച്ചാൻ FB ആയിരുന്നു കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാൻ കുറച്ച് ഡിലേ വന്നത്. എങ്ങനെ അതാണ് ഡിലേ വന്നത്. ഇപ്പൊ ഇൻ കേസ് ഇൻസ്റ്റയിലായിരുന്നെങ്കിൽ മേ ബി പെട്ടെന്ന് കിട്ടുമായിരുന്നെ. എന്തിനാ മെസ്സേജ് എന്തിനാ മെസ്സേജ് അയച്ച്? അല്ല, റിപ്ലൈ കിട്ടിയപ്പം ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നില്ലേ? സന്തോഷം ഉണ്ടായിരുന്നു. അല്ല, ശരിക്കും എന്തിനാ മെസ്സേജ് അയച്ചത്? മെസ്സേജ് അയച്ചത് എന്റെ പ്രൊഫൈൽ ഫോട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു എനിക്കൊന്ന് അന്ന് പ്രൊഫൈൽ പിക്ക് ഒരു ഞാൻ തെറ്റിദ്ധരിച്ചു അതായിരിക്കും ഇതെന്ന്. അല്ല, കൊച്ചിന്റെ ഫോട്ടോ അങ്ങനെ പരിചയപ്പെട്ടു. അതിന് വാട്സപ്പിലേക്ക് വന്നു. അതിന്റെ ഒരു കുറെ ഇതൊക്കെ ഉണ്ട്. വാട്സപ്പിലേക്ക് ഡയറക്റ്റ് വന്നൊന്നുമല്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്പർ കൊടുത്തിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. കുറച്ച് നാള് കഴിഞ്ഞ് റിലേഷനിലേക്ക് ആയ ശേഷം അല്ലേ നിങ്ങൾ നമ്പർ കൊടുത്തത്? പറഞ്ഞോളൂ. അത് കഴിഞ്ഞ കുറച്ച് നമ്പർ വെച്ചുമ്പോ ആദ്യം തരുന്നതാണ്. പിന്നെ കുറച്ച് നമ്പർ തന്നു. അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്താണ് കാണാം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ കാണാൻ തീരുമാനിച്ചു. കുറെ പറ്റിക്കലൊക്കെ കഴിഞ്ഞു. അത് വരാന്നൊക്കെ പറഞ്ഞു. ചുമ്മാ അങ്ങോട്ട് ഇറങ്ങിപ്പോൻ പറ്റത്തില്ലല്ലോ. വരാന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി കാണുന്നത് എന്റെ ബർത്ത്ഡേക്കാണ്. അത് പറഞ്ഞ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ കണ്ടു. അപ്പോഴും ഞങ്ങള് റിലേഷനിലൊന്നും ആയിട്ടില്ല, ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ആയിരുന്നു. എപ്പോഴും റിലേഷനിലായത്. അത് കഴിഞ്ഞ് നമ്മള് അങ്ങനെ കണ്ടു, സംസാരിച്ചപ്പോ ആൾക്ക് എന്നെ കണ്ടപ്പോ ഇഷ്ടമായി. കൊറേ സംസാരിക്കുമായിരുന്നു. ഞാൻ വളരെ സംസാരിക്കണ കുറവായിരുന്നു. അങ്ങനെ പിന്നെ നമ്മള് വേറൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അല്ലെ, ട്രിപ്പ് പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞു. ആക്ച്വലി ഞങ്ങള് ഇതുപോലെ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു.
നമ്മൾ പോണേന് എവിടെയാണ് പാലക്കാട് അല്ലേ, പാലക്കാട് നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി പോവാണ്. ആ സമയത്താണ് എനിക്ക് ചേട്ടനോട് ഇഷ്ടം തോന്നാൻ റീസൺ വന്നത് അവിടെ വെച്ചിട്ടാണ്. അവിടെ ചെക്ക് പോസ്റ്റ് സംഭവം ഉണ്ടല്ലോ, അങ്ങോട്ട് കയറ്റി വിടണമെങ്കിൽ അവിടെ അവര് പറഞ്ഞു ആ സമയത്ത് എന്തോ കയറ്റി വിടത്തില്ലാന്നെന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ അറിയാണ്ട് പറഞ്ഞു അവിടെ പോകാം, എനിക്ക് കാണണമെന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിന് ആ പോലീസുകാരോട് നോണയൊക്കെ പറഞ്ഞ് അത് ഫോൺ വിളിച്ചിട്ടല്ലേ അവിടെ വെച്ച് വീട്ടിൽ നിന്ന് അറിയാൻ വിളിക്കണം എന്നാലേ കേട്ടിട്ടുള്ളൂ. ഞാൻ മാരേജ് ചെയ്യാൻ കുട്ടിയാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അത് വിശ്വാസമില്ല. അവർ പറഞ്ഞ് വീട്ടിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ ഇപ്പൊ ഇങ്ങനെ സ്ഥലത്ത് ഇരിക്കണേണ്, നീ എന്റെ അച്ഛനാവണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് പയ്യണെങ്കിലും പക്ഷെ അവിടെ ഇരിക്കണ എല്ലാവർക്കും കേൾക്കായിരുന്നു. അപ്പൊ അവൻ ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ വരുമ്പോഴത്തേക്കും ആള് പറഞ്ഞു അടവൊന്നും ഇറക്കണ്ട, പറഞ്ഞെല്ലാം കേട്ടു എന്ന് പറഞ്ഞു. അത് പിന്നെ വീണ്ടും വിട്ടില്ല. അവൻ തന്നെ ഞാൻ പറഞ്ഞു എന്റെ അമ്മനെ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഒരു ലേഡി ഫ്രണ്ട് ഉണ്ട്, ലാസ്റ്റ് അവർക്ക് മനസ്സിലായി ഇത് മൊത്തം കോളാക്കണേണെന്ന്. ലാസ്റ്റ് ഞാൻ വിട്ടോന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് നോക്കണേന്ന് വെച്ചാൽ ഇത് എന്താണ് കാണിച്ചു വെക്കണില്ല, കോളാക്കണേന്ന രീതിയിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി ആള് കുറച്ച് ഇന്നസെന്റ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ആയ സമയത്ത് എനിക്ക് ചെറുതായിട്ടൊക്കെ ഇഷ്ടം തോന്നി, ഉള്ളിൽ തുടങ്ങി. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പതുക്കെ പറഞ്ഞു ഇഷ്ടമാണ്, പതുക്കെ പറഞ്ഞു റിലേഷനിലായി. വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തായിരുന്നോ നിങ്ങൾ ആദ്യം പറഞ്ഞ സമയത്ത്? ശരിക്കും വീട്ടിൽ നിന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ല, ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പൊ മാരേജിലേക്ക് വന്നപ്പോ വീട്ടുകാരുടെ ഒരു ഇതുണ്ടായിരുന്നു, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിലേഷൻ? ഇഷ്യൂസ് ഒന്നും ഇല്ലാനോ, ആളുടെ വീട്ടിലും ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി. പിന്നെ മാരേജിലോട്ട് കോവിഡ് ടൈമിലായിരുന്നു ലവ് ചെയ്ത് ഫ്രണ്ടായി, പിന്നത് അല്ലേ കല്യാണം കഴിച്ചു. ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഒരു 4 വർഷത്തോളം അങ്ങനെ ചാറ്റ് ചെയ്തു, നമ്പർ വെച്ച് കിട്ടാനൊക്കെ 4 വർഷത്തോളം എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് 2 years മാക്സിമം കല്യാണം കഴിച്ചു. ഇനി 2 ബേബീസ് ഉണ്ട് അല്ലേ? മക്കളുടെ പേരെന്താണ്? സയാനും സേറ. എനിക്ക് തോന്നുന്നു അവര് കുഞ്ഞു മക്കളാണ് അല്ലേ? അവര് കുഞ്ഞു മക്കളായതുകൊണ്ട് നമുക്ക് ഇവിടെ അവരെ കാണിക്കാൻ പറ്റത്തില്ല, കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് വീഡിയോയിൽ അവരധികം എന്ത് ചെയ്യാത്തത്, കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഇപ്പൊ നമ്മള് ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്തല്ലോ, ആരുടെ ഐഡിയ ആണ് ഓക്കെ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളത്? ആരുടെ ഐഡിയ ആണ്? ഞാൻ ആദ്യം ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജിം ട്രെയിനറായിട്ട് വർക്കിനോണ്ട് ജിമ്മിലെ കാര്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് വലിയ മെച്ചമൊന്നുമില്ല, അതായത് വ്യൂസ് ഒന്നുമില്ല. അങ്ങനെ അത് കോവിഡ് സമയത്തായിരുന്നു. അങ്ങനെ അത് പയ്യെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ജോന് കുക്കിംഗ് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ജോയുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ട്. അല്ല, ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അല്ലേ, അപ്പൊ എനിക്ക് ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്യണ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വരുമ്പോൾ ആ ടൈമിൽ തന്നെ എനിക്ക് വീഡിയോ ഒക്കെ ചുമ്മാ എടുത്തത്. പക്ഷെ അത് ഇടുവൊന്നും ഉണ്ടായിരുന്നില്ല, വീഡിയോ അത്രയും കോൺഫിഡന്റ് ആയിരുന്നില്ല ക്യാമറയുടെ മുമ്പിൽ വരാനൊന്നും. പിന്നെ പതുക്കെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു, വ്യൂസ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാൻ തന്നെ ഈ ചെറിയ പിള്ളേരുടെ വീഡിയോയും ഞങ്ങളുടെ ചെറിയ തിങ്സ് എല്ലാം അങ്ങനെല്ലാം നടക്കാൻ നേരത്തെ കുറെ വീഡിയോസ്, ഞാൻ ഫോട്ടോസിനെക്കാളും കൂടുതലും മോട്ടീവ് ചെയ്തെന്ന് വീഡിയോസ് എടുത്തുമായിരുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴോ അങ്ങനെയൊക്കെ കുറെ വീഡിയോസ് അങ്ങനെ സേവ് ചെയ്ത് വെച്ചാൽ ഫോണിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഞങ്ങള് ആദ്യം ചാനലില് ഒരു കുഞ്ഞു ഷോർട്സിന്റെ രീതിയിൽ ഇട്ട് തുടങ്ങിയത്. പതുക്കെ അതിനൊക്കെ വ്യൂസ് ഇട്ട് തുടങ്ങി. സേവ് ദ ഡേറ്റ് ഉണ്ടായിരുന്നു കുറെ വീഡിയോസ്. ആ സേവ് ദ ഡേറ്റില് ഞങ്ങള് കുറച്ച് റീച്ച് തരാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എഴുപ്പത്തേക്കും ഒരു വീഡിയോ 10 മേടിച്ചു. അപ്പൊ മനസ്സിലായി ആ രീതിയിൽ. അത് ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല യൂട്യൂബിനെ പറ്റി, എന്താണുള്ളത്, എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് ഒന്നും അറിയാം. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വ്യൂസ് കിട്ടുക എന്നുള്ള രീതിയിൽ അങ്ങനെ കണ്ടന്റ് രീതിയിലുള്ള വീഡിയോസ് ഷോർട്സ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് കണ്ടന്റ് ആണ്. എത്ര ടൈംസ്? 3 മന്തിനുള്ളില് 10 ആയിട്ടുള്ളത്. ആരാണ് മോസ്റ്റ്ലി നമ്മളിപ്പം ഒരാളായിരിക്കും മേടിക്കുക, ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരാളായിരിക്കും ഇനിഷ്യേറ്റീവ്. അങ്ങനെ ആര് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾക്ക് 2 യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, 2 ഫ്ലോപ്പ് ആയപ്പം പിന്നെ നിങ്ങളിപ്പം യൂസ് ചെയ്തോണ്ടിരിക്കുന്ന പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാണ് ചെയ്തത്. എത്ര വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്? ഇപ്പൊ 2 years ആയിട്ടുണ്ടാവും അല്ലേ? 2 years ആയിട്ടുണ്ടാവും. ഈ കണ്ടന്റ് ഒക്കെ ആരാണ് ക്രിയേറ്റ് ചെയ്യണത്? കണ്ടന്റ് നമ്മള് കൊറേയൊക്കെ വേറെ
നോക്കാറുണ്ട്. പിന്നെ സ്വന്തം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ക്രിയേറ്റ് ചെയ്യും. ഈ അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ കോപ്പി ചെയ്തിട്ടാണ് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കണ്ടന്റ് 1000 പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ ട്രെൻഡ് അല്ലേ? എന്തുകൊണ്ട് കോപ്പി ചെയ്തുകൂടാ? കോപ്പി ചെയ്തിട്ടാണെങ്കിലും അത് അഭിനയിക്കുന്ന വേറെയാണ്, നമ്മുടെ രീതി ക്യാമറ ആംഗിൾസ് വേറെയാണ്. അത് കണ്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അതിന് വ്യൂസ് കയറുന്നത്. ഡെഫിനറ്റ്ലി അതുകൊണ്ട് വ്യൂസ് ആണ്. അപ്പൊ കോപ്പി അത് വലിയ പ്രശ്നമായി. ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് മാറും. അത് കമന്റ് സെക്ഷൻ കാണുമ്പോൾ മനസ്സിലാവും. അല്ല ആദ്യം നമ്മളൊരു 1 year ഒക്കെ ആയപ്പോ ഫസ്റ്റ് ഇതുപോലെ റീച്ച് ചാനൽ ഏതെങ്കിലും ഒരു വീഡിയോ റീച്ച് ആകുമ്പോഴാണല്ലോ കമന്റ്സ് കൂടി വരുന്നത്. അപ്പൊ അത്യാവശ്യം ചില കമന്റ്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു സങ്കടത്തിൽ നിന്നാണ് നമ്മൾ ബോൾഡായിട്ട് ഇപ്പൊ അതൊരു പോസിറ്റീവായിട്ട് കണ്ടു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ വീഡിയോ ചെയ്യുന്നതൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കണ്ടന്റ് ആണെങ്കിലും കുറച്ചും കൂടി ഒരു വൾഗർ ടൈപ്പിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് കാണുന്ന ആൾക്കാർ അത് ബാഡ് കമന്റ് ഇടാറുണ്ടല്ലേ? പേഴ്സണലി ഒന്ന് മെസ്സേജ് ചെയ്യാറുണ്ടോ? എന്താ ഇങ്ങനെ ഇങ്ങനത്തെ കണ്ടന്റ് ഒക്കെ ഇറക്കുന്നൊക്കെ ചോദിച്ചിട്ട്? ഇല്ല, അങ്ങനെയില്ല. പേഴ്സണലി കുറെ പേര് കൺട്രാക്ട് ചെയ്തിട്ട് കുറെ പേര് മെസ്സേജ്, അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. കമന്റ്സിൽ കുറെ പേര് വന്നിട്ട് നെഗറ്റീവ് പറയുന്നെങ്കിലും നമ്മുടെ പേഴ്സണൽ ആയിട്ട് ആരും വന്നിപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിൽ നമ്മുടെ അടുത്ത് ആരും ഒന്നും പറയുന്നില്ല. പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് അങ്ങനത്തെ രീതിയിലൊന്നും ഇല്ല. പിന്നെ ചില ആൾക്കാർ മോട്ടീവ് ചെയ്തിരിക്കുന്ന ആളുകളായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അത് വിട്ടുകളയുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഞാനും ജോ ഭയങ്കര ഇതാ പോയത്. ഫസ്റ്റ് ടൈമിലൊക്കെ ജോ കാര്യം ഞാനും ജോയിനും തല്ലുടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആൾക്ക് മനസ്സിലായി, അതായത് കുറെ പേര് കൺഗ്രാറ്റ്സ് പറയും, അത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അത് ചെയ്യണല്ലേ ഹാപ്പിയോടെ നമ്മളെ സമീപിക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ജോ ഓക്കെ ആദ്യം നമ്മൾ റിപ്ലൈ കൊടുക്കാൻ നിൽക്കുമായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പൊ റിപ്ലൈ കൊടുക്കാൻ എന്നുള്ളത് പോസിബിൾ ആയ ഒരു കാര്യമല്ല. പിന്നെ റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ 2 പിള്ളേരും കൂടെ വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുകയും കൂടെ ചെയ്യുമ്പോ കുറെ കമന്റ്സ് ഒന്നും വായിക്കാനും കാണാനൊന്നും സമയവും കിട്ടാറില്ല. അപ്പൊ പിന്നെ ആ വഴിക്ക് ഞങ്ങൾ കമന്റ്സ് വായിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ആ മോട്ടിവേഷൻ അങ്ങോട്ട് ഇല്ലാണ്ടാകും. സോ ഒരു പരിധി ഞങ്ങൾ അത് അവോയ്ഡ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് ഞങ്ങൾ പരസ്പരം എടുത്തൊരു ഡിസിഷനിലാണ് അത് മുന്നേ. അപ്പൊ കുറെ പേര് ഇപ്പൊ ചോദിക്കാറുണ്ട് കമന്റ്സിന് എന്താ റെസ്പോണ്ട് ചെയ്യാത്ത, കാണാറില്ലേ നിങ്ങൾ, അങ്ങനെ കുറെ ചോദിക്കാറുണ്ട്. അപ്പൊ പൊതുവെ മോസ്റ്റ്ലി നല്ല കമന്റ്സിന് റെസ്പോണ്ട് ചെയ്യാറില്ലേന്നും ചോദിക്കാറുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് ആക്ച്വലി റെസ്പോണ്ട് ചെയ്യാൻ ടൈമില്ല. കാരണം വീഡിയോയും പിള്ളേരും എല്ലാമായിട്ടുള്ള ലൈഫാണ്. അപ്പൊ അതുകൊണ്ടാണ് മോസ്റ്റ്ലി നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ നെഗറ്റീവ് കമന്റ്സ് അവരോട് എനിക്കൊന്നും പറയാനില്ല. നെഗറ്റീവ് തന്നോണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കേട്ടോണ്ടിരിക്കാനാണ് പോവാണെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് എല്ലാം യൂട്യൂബ് ചാനൽ തന്നെ പൂട്ടിയിരിക്കേണ്ടി വരും. ആക്ച്വലി പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകണം. ഇപ്പൊ ബാഡ് കമന്റ് ഇടുന്നവരിടട്ടെ, ഞങ്ങളുടെ വീഡിയോസ് കണ്ടിന്യൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോ പറഞ്ഞത് ശരിക്കും തോന്നുന്നുണ്ട്. അല്ല, ബാഡ് കമന്റ്സ് അങ്ങനെയല്ല. ചില കമന്റ്സുകൾ ഇപ്പൊ ഒരു നെഗറ്റീവ് കമന്റ് വരുമ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വളരെ മാന്യമായി പറയുന്ന ആൾക്കാരോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ ഓക്കെ, ഞങ്ങൾക്കും അത് സജസ്റ്റ് കൺസിഡർ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അത് കൺസിഡർ ചെയ്യും. പക്ഷെ വളരെ ഒരു മാന്യമാത രീതിയിലുള്ള ഒരു സംസാരമാണെങ്കിലാണ് ഞങ്ങൾ അതൊക്കെ വിട്ടുകളയുന്നത്. വേണം എന്ന് വെച്ചിട്ട് കമന്റ് ചെയ്യുക ആ രീതിയിലൊക്കെ. ഇപ്പൊ നിങ്ങളെ വീഡിയോസ് കാരണം പിള്ളേർക്ക് ഫോൺ കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള പരാതി ഉണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴത്തേക്കും പിള്ളേരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ തിരിച്ചറിയുന്നത്. അവരുടെ പാരന്റ്സും കൂടെ വന്നിട്ട് ഫോട്ടോ കുട്ടികൾക്ക് ഭയങ്കര പോയപ്പോഴത്തേക്കാണെങ്കിൽ പോലും ആ ഗെയിംസ് പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായ കുറെ പിള്ളേര് മനസ്സിലായിട്ട് ഇത് അവരാണ് മനസ്സിലായോ. അങ്ങനെ ഒരു പിള്ളേർക്ക് കാണാൻ പറ്റാതായിട്ടുള്ള ഒന്നും തന്നെ ചാനലിൽ കാണിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ കമന്റ് വരാറുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോ ഞാൻ ഇതിന് മാത്രം എന്താ ചെയ്യുന്നതെന്നൊക്കെ തോന്നാറില്ല ചിലപ്പോൾ. ഞങ്ങള് എന്ത് ചെയ്യാൻ വീഡിയോ ഉണ്ടായിരുന്നത് മാത്രം തോന്നാറുണ്ട്. അല്ല, നമ്മള് ചെയ്താൽ ഓഹോ അല്ലേ, അവര് ചെയ്താൽ ആഹാ എന്ന് പറയുന്ന അതും കമന്റ്സിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ സെയിം കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് റിപ്ലൈ വന്നിട്ടുണ്ടാവും. ഇത് ഇന്ന ആള് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പേരെടുത്തരെയും പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ന ആള് ചെയ്തിട്ടുണ്ട്. അവര് ചെയ്തപ്പോഴൊന്നും നിങ്ങൾ ഇതേപോലെ കമന്റ് ചെയ്തിട്ടില്ല, ഇവര് ചെയ്യുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ ഒരു കമന്റ്സ് ചോദിക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിട്ട് ഇനി കമന്റ് സെക്ഷനിൽ അടിയൊക്കെ ഉണ്ടാവാറുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു പറയേണ്ടി വരാറില്ല. കുറെയൊക്കെ ഞങ്ങൾ കാണുന്ന മുമ്പ് തന്നെ അടി തുടങ്ങിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആരെങ്കിലും വേറെ ആൾക്കാർ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇച്ചാൽ നമ്മൾ പറയേണ്ടത് വെച്ചാൽ അവരൊക്കെ തന്നെ എല്ലാം പറയുന്നുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവര് എന്നെ ചോദിക്കും. ലാസ്റ്റ് നെഗറ്റീവ്സ് ആയിരിക്കും ചിലപ്പോ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ വേണ്ടിട്ട് പോസിറ്റീവായിട്ട് തന്നെ കുറവായിരിക്കും. അപ്പൊ ലാസ്റ്റ് നെഗറ്റീവ്സ് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നീയൊക്കെ എന്തിനാ ഇത്ര നേരം സംസാരിക്കണം, നിനക്ക് വേണ്ടി അവര് പോലും റിപ്ലൈ ചെയ്യണില്ല എന്നുള്ളവരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് വീട്ടുകാരൊക്കെ എന്താ പറയുന്നത്? സപ്പോർട്ടാണോ, നിങ്ങൾ ഇങ്ങനെ തന്നെ വീഡിയോ ചെയ്യണം
അങ്ങനെ തന്നെ ചെയ്യണം ഇതുവരെയായിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. സപ്പോർട്ടാണ്. കാരണം ഞങ്ങളിപ്പോ വീഡിയോ ചെയ്യാനാണെങ്കിലും കുട്ടികളെ ഒന്ന് ഇടയ്ക്ക് മാറ്റി നിർത്തല്ലേ ചെയ്യാം. വീട്ടിലാണെങ്കിലും അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. കുട്ടികളെ നോക്കുകയും വീഡിയോ ചെയ്യാനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലെന്നാണ് ചിലപ്പോ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ അമ്മച്ചി പുറത്തിറങ്ങുമ്പോഴത്തേക്കാണെങ്കിൽ ശരി, അമ്മച്ചി ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും അവർ അങ്ങനെ വീഡിയോ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അമ്മച്ചിക്ക് അറിയാം ഞങ്ങൾ എന്താന്നുള്ളതും അതുപോലെ തന്നെ ആ വീഡിയോ എന്താന്നുള്ളതും. കാണുന്ന ആൾക്കാരുടെ പ്രശ്നം. നമുക്ക് നിങ്ങളുടെ ഫാമിലി, ഇപ്പൊ നമ്മൾ ഫാമിലി സംസാരിച്ചിട്ടുണ്ടാകും. ഇനി നിങ്ങളിലേക്ക് വരാണെങ്കിൽ എന്താ ചെയ്യണത്? വർക്ക് ചെയ്യാണോ രണ്ടുപേരും? വർക്ക് ചെയ്തിരുന്നു. മാരേജിന് ഒരു 1 year വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ബേബിക്ക് അടുത്തടുത്തായതുകൊണ്ട് വർക്ക് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ കോവിഡ് ടൈം കഴിഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ ഞാൻ ഫിറ്റ്നസ് ഫീൽഡ് ആയതുകൊണ്ട് പറഞ്ഞു. ഞാൻ ഫിറ്റ്നസ് ഫീൽഡ് ആദ്യം ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ആദ്യം ഫോക്സാനിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് GP കയറി, ജീപ്പിന്റെ ഷോറൂമിൽ അവിടെ നിന്ന്. അതുകൊണ്ട് യൂബറീറ്റ്സ് സൊമാറ്റോ ആ സമയത്ത് യൂബറീറ്റ്സ് ഒക്കെ പറഞ്ഞ സമയത്തായിരുന്നു ജോയ് ആയിട്ട് കറക്കും. അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ കുറെ പേര് യൂബറീറ്റ്സിന്റെ അത് കപ്പിളായിട്ട് പോണതാണ്. ആ സമയത്ത് ഞാനും ജോയും കൂടെ പോവുമായിരുന്നു. രാത്രിയാണെങ്കിലും ഞാൻ ഒരു 12 മണിയൊക്കെ ഓടുമായിരുന്നു. 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ജോയിൻ ആക്കിയിട്ട് ബാക്കി ഞാൻ അങ്ങനെ ഇതായിരുന്നു. ഇപ്പൊ കറന്റ്ലി ഫ്രീലാൻസ് ആയിട്ട് ജിമ്മിലല്ല, ഫ്ലാറ്റുകളിലും വീടുകളിലും പോയിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ ഓൺലൈനായിട്ട് ചെയ്യിക്കാണ്. ഇപ്പൊ നിങ്ങളുടെ വർക്ക്സ് സംബന്ധിച്ചിട്ട് കുറെ പേര് ഇപ്പം ചോദിക്കാറൊക്കെ ഉണ്ട് എന്താ ചെയ്യണേ. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ പേഴ്സണലി അവർ എന്ത് കാര്യമാണ് ഇപ്പൊ സജഷൻ പറയണേ, ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സജഷൻസ് പറയാറുണ്ടോ? സജഷൻ വീഡിയോസ്, ഡേ മൈ ലൈഫ് വ്ലോഗ്സ് പുറത്തു പോകുമ്പോഴും പറയുന്നത് ഡെയിലി വ്ലോഗ്സ് കാണാൻ ഇഷ്ടമാണ്. ഇപ്പൊ കുറച്ച് നാളായപ്പോ ഞങ്ങൾ വീഡിയോസ് കുറച്ച് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. കാരണം പിള്ളേരുള്ളത് കൊണ്ട് നമുക്ക് വീഡിയോയും ഷോർട്ട് വീഡിയോസ് എല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ പുറത്തു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സജഷൻസ് എന്താണ്, ഡെയിലി വ്ലോഗ്സ് ഇടുക, ഡേ ഇൻ മൈ ലൈഫ് ഇടുക, എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറച്ച് സജഷൻസ് കേട്ടിട്ടുണ്ട്. കമന്റ്സിലാണെങ്കിലും പുറത്തു പോകുമ്പോഴാണെങ്കിലും. എപ്പോഴെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന കണ്ടന്റ്സ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നാറൊക്കെ ഉണ്ടോ? കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന കണ്ടന്റ് ആണെന്ന് വെച്ചാൽ അത് കോൺട്രവേഴ്സി ഉണ്ടാവുന്നത് ഒരാള് ജസ്റ്റ് ഒന്ന് തീ കൊളുത്തിയാൽ മതി, പിന്നെ വല വരും. അപ്പൊ സോ ചില കണ്ടന്റ് നമ്മളോരും വിചാരിക്കണ്ടല്ലോ അത്രയും വ്യൂസ് അടിച്ച് കയറുമെന്ന് വിചാരിക്കണില്ല. നോർമലി ചെയ്യണ ഒരു വീഡിയോ ആയിരിക്കും. ഒരാൾ തുടങ്ങും, പിന്നെ സ്റ്റാർട്ടപ്പ് ആയി അത് വൻ പ്രശ്നമായിട്ടുണ്ടാവും കമന്റ്സിൽ തന്നെ. പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ കമന്റ്സും കൂടെ വരുമ്പോഴാണല്ലോ വീഡിയോസിന് വ്യൂസ് അടിച്ചു കയറുന്നത്. ഞങ്ങളപ്പോ ആ രീതി തന്നെ കാണുന്നത്. ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് മോണിറ്റൈസേഷൻ ആവാനും എല്ലാത്തിനും വേണ്ടിയാണല്ലോ. കമന്റ്സ് ഒന്നും പ്രതീക്ഷിക്കാണ്ട് ഒരു ചാനൽ എന്തായാലും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ രീതിയിലുള്ള ഇപ്പൊ നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാവും, പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാകും. ഇത് രണ്ടും ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോ എന്ത് വന്നാലും നമ്മളത് ചാനലൊന്നും സ്റ്റോപ്പ് ചെയ്യില്ല, കണ്ടിന്യൂ ചെയ്യും. പോസിറ്റീവായിട്ട് തന്നെ ആ രീതിയിൽ ചെയ്യാൻ. അപ്പൊ കണ്ടന്റ് കോൺട്രവേഴ്സി ഉണ്ടാവുന്നത് വ്യൂസ് കയറുമ്പോഴാണല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു വ്യൂവിലാണ് ഞങ്ങൾ കാണുന്നത്. അമ്മ വന്ന് വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ എപ്പോഴെങ്കിലും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയാം. അമ്മ വീഡിയോ എടുത്ത് തരാറുണ്ടോ? മോസ്റ്റ്ലി തരാറുണ്ട്, റെഗുലർലി അല്ല. ഞാൻ പറഞ്ഞത് പിള്ളേരെ അമ്മിച്ചത്തെ ഏൽപ്പിച്ചിട്ടായിരിക്കും. അമ്മിച്ച് വീഡിയോ എടുക്കാണ്ട് വന്നതാണെങ്കിൽ പിള്ളേരും കൂടെ ഞങ്ങളൊപ്പം വരും. അപ്പൊ പിള്ളേർ ഉറക്കം വന്നാണെങ്കിൽ അമ്മിച്ച് എടുത്തരാൻ പറഞ്ഞാല് അമ്മിച്ച് എടുത്തരും. അമ്മിച്ചിക്ക് വലിയ കാര്യം എടുക്കാനല്ല. അപ്പൊ നമ്മ ഇവിടെ നിൽക്കണെന്ന് പറയും, ജോമി കുറച്ച് നടന്നേക്കും, നിർമ്മലി കുറച്ച് അമ്മിച്ച നടന്നീങ്ങനെ. അപ്പൊ അതെങ്കിൽ അമ്മിച്ചെടുത്തരും, കുഴപ്പമില്ല. ചേച്ചിയുടെ ഫാമിലിയിൽ എന്തുകൊണ്ടാ വീഡിയോയിലൊന്നും ഇൻക്ലൂഡഡ് ആക്കാത്ത? ചെയ്തിട്ടുണ്ട്, മമ്മി സിസ്റ്റേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെനിക്കൊന്നും വൈറലാവാത്തോണ്ടാണ് അറിയാതിരുന്നത്. ഫാമിലി ആയിട്ട് വ്ലോഗ് ചെയ്യാ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും? ഫാമിലി വ്ലോഗില് വന്നിട്ടുണ്ടല്ലോ, എന്റെ ബർത്ത്ഡേ വ്ലോഗിലൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. അല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ആൾക്കാർ തിരക്കാറുണ്ടല്ലോ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായി. അവിടെ കുറെ പേരുണ്ട്, ഇവിടെ 2 സിസ്റ്റേഴ്സ്, പിന്നെ അപ്പുറത്തെ എല്ലാവരും ഉണ്ട്. പിന്നെ അതുപോലെ അവിടെ കുറച്ച് ഇരുണ്ടായിരിക്കും ഇരിക്കാം. അപ്പൊ നമ്മൾ ലൈറ്റ് കൊണ്ടുപോകില്ല, ഇവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവിടെ വീഡിയോ എടുക്കുന്നത് വളരെ കുറവാണ്. എടുക്കണമെങ്കിൽ തന്നെ അവിടെ തന്നെ പുറത്തുനിന്നായിരിക്കും എടുക്കുന്നത്. എന്നാലും എടുത്തിട്ടുണ്ട് കുറെ അത്യാവശ്യം ഷോർട്ട് വീഡിയോസിൽ ആ വീഡിയോ വന്നിട്ടുണ്ട്. എനിക്കൊന്നും നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടാണല്ലേ ഒരുപാട് നിങ്ങളെ എനിക്ക് തോന്നുന്നു എല്ലാ വീഡിയോസും ഷോർട്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഷോർട്സ് കൂടുതലും പോകുന്നത് തന്നെ. അപ്പം സിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്താ പറയുന്നത്? ഇങ്ങനെ കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് അവര് വായിച്ചിട്ട് പറയാറുണ്ടോ എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ടോ? അങ്ങനെയല്ല, നെഗറ്റീവ് കമന്റ്സ് ആകുമ്പോൾ അവർക്കും ദേഷ്യം വരും. എന്തിനാ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതെന്നൊരു ദേഷ്യത്തിലാണ്. അല്ലാണ്ട് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ഇട്ടത് കൊണ്ടല്ലേ
ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരുന്നത് ഇതുവരെയായിട്ട് അവരെന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ. അവരും സപ്പോർട്ട് തന്നെയാണ്. വീഡിയോസിലൊരു വീഡിയോ കണ്ടിട്ട് അതിലൊരു ചീത്ത തോന്നിയിട്ടില്ല, ചീത്തയായിട്ട് എന്നോട് പറഞ്ഞിട്ടുമില്ല. കമന്റ്സ് ഇടുന്ന ആളുകളോടാണ് ദേഷ്യം ഇപ്പോഴും. ഡ്രസ്സിംഗ് ഒക്കെ മോശമെന്ന് പറയുന്നവരോടൊന്നും ഒന്നും പറയാനില്ല, ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ. ഡെഫിനറ്റ്ലി അതെ. അതിപ്പോ ഇതല്ല എന്താ പറയാ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഈ ഡ്രസ്സ് ഇട്ടാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച് നമുക്ക് ഡ്രസ്സ് ചെയ്യാനും പറ്റത്തില്ലല്ലോ. എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കംഫർട്ടബിൾ ആണ്, ഇച്ചാനും ഓക്കെ ആണ് എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത്. ഇച്ചാനും പ്രശ്നമാണെങ്കിൽ ആ ഡ്രസ്സ് ഞാനും ഇടുന്നില്ല. ക്യാമറ വരാൻ നേരത്തെ ഇച്ചാനും നമ്മുടെ കൂടെ ഉണ്ടാവണയാണല്ലോ. ഒബിയസ്ലി എനിക്ക് ഡ്രസ്സിങ്ങിൽ വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെയായിട്ട് വീഡിയോ. പിന്നെ അതില് നെഗറ്റീവ് കമന്റ്സ് ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് കമന്റ്സിനെ പൊതുവെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ എല്ലാം ഞാനിരുന്ന് വായിക്കും. അല്ല അങ്ങനെയല്ല, സമയം കിട്ടുമ്പോ ജസ്റ്റ് നോക്കും എന്താണ് വീഡിയോന്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് അറിയണമെങ്കിൽ കമന്റ്സ് കണ്ടാൽ മനസ്സിലാകും. അത് അടിച്ച് വ്യൂസിലോട്ട് പോകുമോ അത് താഴ്ത്തിട്ട് പോകുമോ എന്ന് അറിയണമെങ്കിൽ കമന്റ്സ് കണ്ടാൽ മനസ്സിലാവും കാര്യങ്ങള്. ഏതെങ്കിലും ഒരു കമന്റ് കണ്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടോ? മീൻസ് എന്താ ഈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ ഈ കാണിക്കുന്നത്? അത്രയും നമുക്കിപ്പോ നമ്മൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എപ്പോഴും കൂളായിട്ട് ഇരിക്കണം എന്നില്ല കമന്റ് കണ്ടിട്ട്. എപ്പോഴെങ്കിലും പിള്ളേരെ വരെ ചില കമന്റ്സില് പിള്ളേര് വരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ വീഡിയോയിൽ ചിലപ്പോ പിള്ളേര് ഉണ്ടാവണം എന്നില്ല, അല്ലാത്ത പക്ഷം ഇല്ലാത്ത വീഡിയോയിൽ ഇല്ലാത്ത കുഞ്ഞുങ്ങളെ പറയാൻ നേരത്ത് പൊതുവിലെ പാരന്റ്സിന് നമുക്കൊരു ഉള്ളിലൊരു സങ്കടം, എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. പക്ഷെ അവരോട് റെസ്പോണ്ട് ചെയ്യാൻ നിന്നിട്ടില്ല, കാരണം അവരങ്ങനെ പറയുന്ന ആൾക്കാരോട് റെസ്പോണ്ട് ചെയ്തിട്ടും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സോ അത് വിട്ട് കളഞ്ഞു. പക്ഷെ ഉള്ളിലൊരു സങ്കടം ഉണ്ടായിട്ടുണ്ട് കുഞ്ഞുങ്ങളെ പറയുമ്പോ. ഇപ്പൊ നമുക്ക് തന്നെ, ഇപ്പൊ എനിക്ക് തന്നെ കുറച്ച് കമന്റ്സ് വായിച്ചപ്പോ ഭയങ്കരമായിട്ടും ഫീൽ ഷെയിം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ, ഇങ്ങനെയും പറയാം. കാരണം ഫാമിലിയാണ്, അവരുടെ മക്കള് അല്ല, നിങ്ങളുടെ മക്കള് ഇപ്പൊ കാണുമ്പോ തന്നെ അല്ലെ വളർന്നു വരുമ്പോഴത്തേക്ക് ഇനിയും ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ കേൾക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ. ഇപ്പൊ ഞാൻ അതില് ഒരു കമന്റ് പറയാം. നിങ്ങളത് കണ്ടിട്ട് ഒബ്വിയസ്ലി നിങ്ങളത് കണ്ടിട്ടുണ്ട്. ഇപ്പം ചേച്ചിക്ക് അത്രയ്ക്ക് ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കമന്റ് മുരിക്കിൽ കയറുക, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുക. അപ്പൊ അത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരോട് എന്തായിരിക്കും നിങ്ങൾ പറയാം? ഇപ്പൊ പറഞ്ഞോളൂ, നല്ലൊരു അവസരം കിട്ടിയിരിക്കുക. അങ്ങനെ പറയണടുത്ത് നമ്മളും ആ ഒരു ലെവലിൽ തന്നെ സംസാരിക്കേണ്ടി വരും. ആ ലെവലിൽ അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു കമന്റ് കണ്ടെന്നില്ലേ, ആ ഒരു കമന്റിനേക്കാളും വളരെ മോശമായത് ഇപ്പൊ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹെൽഡ് ഫോർ റിവ്യൂ, അത് ബാക്കിയുള്ളവർ കാണാൻ പറ്റില്ല, നമ്മൾ അപ്രൂവൽ കൊടുത്താലേ കാണാൻ പറ്റും. അതിനകത്ത് കുറെ കിടക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ അത് നമ്മള് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെന്നാണെങ്കിൽ അതിലേയും താഴ്ന്ന് നമ്മൾ സംസാരിക്കാണ്ട്, പിന്നെ അതിന് വേണ്ടിയിട്ട് തെറിവിളി പിന്നെ അവര് തമ്മിൽ ഈ പറയുന്ന ആളുകൾ അത്രയും ചീപ്പായിട്ടുള്ള കമന്റ്സ്, എന്തായാലും അത്രയും ആ ലെവലിലുള്ള ആളുകളായിരിക്കും അത്രയും ചീപ്പ് കമന്റ്സ് ഉണ്ട്. പിന്നെ നമ്മളും അതേപോലെ റെസ്പോണ്ട് ചെയ്ത് പിന്നെ അവരും നമ്മളും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ലല്ലോ. സോ ജസ്റ്റ് ലീവ് ഇറ്റ്. അങ്ങനെയുള്ള ആളുകളും ഈ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് എല്ലാവരും കാണട്ടെ. അതുകൊണ്ട് തന്നെ കമന്റ് ഡിലീറ്റ് ചെയ്യാത്തത് ആണ്. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ആ കമന്റ് കാണുമ്പോ എന്താ ഇങ്ങനെ, മേ ബി എനിക്കൊരു ഇത് വെച്ചിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ചില ആളുകളൊക്കെ സ്വന്തം ഐഡന്റിറ്റി തന്നെ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആൾക്കാർ അല്ലാത്തത് പേടിയുള്ള ആളുകളായിരിക്കും അൺനോൺ ആയിട്ടുള്ള ഐഡന്റിറ്റി കമന്റ് ചെയ്യുന്നത്. അങ്ങനെ ആൾക്കാർ എന്തായാലും അവരുടെ ഡയറക്ട്ലി ഫേസ് ടു ഫേസ് വന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ല. ഈ കമന്റ് സെക്ഷനിൽ വന്നിട്ട് വൃത്തിയോട് പറയാൻ മാത്രം കുറച്ച് ആളുകൾ ഉണ്ട് എന്ന് എന്തായാലും ഈ കമന്റ്സ് കണ്ടാൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ വൃത്തിയോട് പറയാൻ താല്പര്യമുള്ള ആൾക്കാരെ എന്തായാലും ഫേസ് ടു ഫേസ് നമ്മൾ പുറത്തോട്ട് പോകുന്ന ആളുകളാണ്, എന്തായാലും അത് പറയും. ഇതുവരെ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. സോ ആ ചീപ്പായിട്ട് പറയുന്ന ആൾക്കാരോട് ഒന്നും പറയാനില്ല. സോ അങ്ങനെയുള്ള ആളുകളും സൊസൈറ്റിയിൽ ഉണ്ടെന്ന് എല്ലാവരും അറിഞ്ഞോട്ടെ. അതുകൊണ്ട് തന്നെ കമന്റ് ഡിലീറ്റ് ചെയ്യാത്തത് വരെ. അത് പറഞ്ഞ പോലെ തന്നെ അവരുടെ സ്വഭാവമാണ് അവർ കാണിക്കുന്നതെന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ ചെയ്തത് പ്രോസ്റ്റിറ്റ്യൂട്ട് ലെവലാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ആൾക്കാര്, അപ്പൊ അവർ അത്രയും രീതിയിൽ തിങ്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അല്ലേ കമന്റ് ചെയ്യണം. ഇത് കണ്ടപ്പോ എന്താ തോന്നിയത് ആക്ച്വലി? കാരണം ആ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അത് കോപ്പി ചെയ്ത് ചെയ്യാറുണ്ട് അല്ലേ? കാശ് കൊടുക്കുക, അത് ഞങ്ങളുടെ സ്വന്തം കണ്ടന്റ് അല്ല, വെസ്റ്റേൺ കണ്ടന്റ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ മലയാളികളും ചെയ്തു വരുന്നത്. അതാ ഞാൻ പറഞ്ഞേ, ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് അത് ചെയ്യാൻ വേണ്ടിട്ട് കാണിച്ച ഒരു ധൈര്യം ഞങ്ങളുടേതായിരിക്കും. ആക്ച്വലി അതൊരു കണ്ടന്റ് ആയിട്ട് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. കണ്ടന്റ് റിയാലിറ്റി ആയിട്ട് തോന്നാം, അത് ഞങ്ങളൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നുണ്ട്. അത് റിയൽ ക്യാരക്ടർ ആയിട്ട് കണ്ടോണ്ടായിരിക്കും ചില ആളുകൾക്ക് ചില മൂവീസിൽ ചില ക്യാരക്ടേഴ്സിനോട് നമുക്ക് നെഗറ്റീവ് റോൾസിനോട് നമുക്ക് പൊതുവേ ഉണ്ടാവില്ലേ, ഒരു ദേഷ്യം ഉണ്ടാവും. എനിക്ക് അയാൾ കാണാനേ ഇഷ്ടമില്ല എന്ന് പറയില്ലേ. സോ ആ ക്യാരക്ടർ അത്ര റിയൽ ആയിട്ട് കണ്ടോണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ കമന്റ്സ് വരുന്നതെന്ന് ഞങ്ങൾ പോസിറ്റീവ്, അതായത് ഒരു നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് കണ്ടോണെങ്കിൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതൊരു കണ്ടന്റ് അല്ലേ, ഒരു ഡ്രാമയാണ്. ഷോർട്ട് വീഡിയോ എപ്പോഴും ഒരു ഡ്രാമയാണ്, ഞങ്ങളുടെ റിയൽ ലൈഫ് അല്ല.
ഒരു കണ്ടന്റ് ആയിട്ടാണ് അവിടെ കഴിഞ്ഞു. ഇവൻ അത് റിയൽ ആയിട്ടുണ്ട്, അവൾ അങ്ങനെ ചെയ്തില്ലേ, ഇവൾ ഇങ്ങനെ ചെയ്തില്ലേ, ആ രീതി കാണുന്നോണ്ടല്ലേ അങ്ങനെ ഒരു കമന്റ് ചെയ്യേണ്ടി വന്നത്. ഞാനിപ്പോ അങ്ങനെ വിട്ടളെ. പിന്നെ എന്താ പറയാ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് പോസിറ്റീവായിട്ട് കണ്ടാലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ലൈഫിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം നിങ്ങളുടെ ഇപ്പം നെഗറ്റീവ് മാത്രം നമ്മൾ പറയാൻ പറ്റത്തില്ല, പോസിറ്റീവ് ഉണ്ട്. ഒരുപാട് വീഡിയോസ് ചിലത് മെസ്സേജസ് ഒക്കെയാണ്, പക്ഷെ ആ മെസ്സേജസ് കൊടുത്താലും അത് മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലേ ആൾക്കാരുണ്ടെന്നാണ് നമുക്ക് എടുത്തു പറയേണ്ട ആൾക്കാർ. ഇപ്പം മെസ്സേജസ് ഇപ്പം പറയാറ് നമ്മുടെ ഫീലിങ്സ് നിങ്ങളും കൂടി മനസ്സിലാക്കുക അല്ലേ, ഹസ്ബൻഡും കൂടി മനസ്സിലാക്കുന്ന രീതിയിലേക്കുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്തില്ലേ. ശരിക്കും അത് പേഴ്സണൽ ലൈഫിൽ പറയുകയാണെങ്കിൽ പുള്ളി എങ്ങനെയാണ്, ഭയങ്കര റൊമാൻറ്റിക് ആണോ? നമുക്ക് അതൊക്കെ അറിയണം. റൊമാൻറ്റിക് ആണോ? വീഡിയോസിൽ കാണുന്ന പോലെയൊക്കെ റൊമാൻറ്റിക് ആണോ? ഭയങ്കര റൊമാൻറ്റിക് ആണ്. റൊമാൻറ്റിക് ആണെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും ഒരു ഫ്രണ്ട്സ് രീതിയിലാണ് ഒരു റിലേഷൻ ആയത് ഒരു ഫ്രണ്ട്സിൽ നിന്നാണല്ലോ ഞങ്ങൾ റിലേഷനിലോട്ട് ആയത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഹസ്ബൻഡ് എന്ന രീതിയിലല്ല, ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണ് ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണതും ഞങ്ങളുടെ ഒരു ഫാമിലി ലൈഫും ആ രീതിയിൽ തന്നെ പോണത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ലീച്ചായ എല്ലാം ഹാപ്പി ആയിട്ട് പോകും. ഇനി തിരിച്ചു പറഞ്ഞാലോ ചേച്ചി, റൊമാൻറ്റിക് ഒക്കെ ആണോ? പിന്നെ ഓക്കെ ആണ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയത്തുള്ളൂ. അല്ല, റൊമാൻറ്റിക് ആയിട്ട് ആണ്. അതന്നെ ഞങ്ങളുടെ സക്സസ്. ഇപ്പൊ തോന്നണ പരിചയപ്പെട്ടിട്ട് ഒരു ദിവസത്തെ കൂടുതൽ തല്ലി പിടിച്ചിരുന്നിട്ടില്ല, വഴക്കിട്ടിരുന്നിട്ടില്ല. വഴക്ക് ഇതുവരെ ഒരു വൺ ഡേ കൂടുതൽ ഇതുവരെ പോയിട്ടില്ല. അതൊരു വലിയ കാര്യമാണ് അല്ലേ. കാരണം ഒന്നിൽ കൂടുതൽ ദിവസം പോവാതെ കോംപ്രമൈസ് ചെയ്ത് നിൽക്കുന്നതും വലിയൊരു കാര്യമാണ്. ആക്ച്വലി നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്തെടുത്ത് പറയേണ്ടി വരും ഇല്ലേ. ഒരു കാര്യം നോട്ടീസ് ചെയ്ത് പറയും, പക്ഷെ നമുക്കെല്ലാം നമ്മളെ വീഡിയോസിൽ കണ്ടന്റിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ കൂടുതൽ എന്തുകൊണ്ടാണ് ഈ ബെഡ്റൂം സീൻസ് ഒക്കെ കൂടുതൽ ചെയ്യുന്നത്? ചേച്ചി പറഞ്ഞിടങ്ങി എന്തുകൊണ്ടാ കൂടുതൽ ചെയ്യുന്നത്? ബെഡ്റൂം സീൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. നമ്മള് ബെഡ്റൂമിലുള്ള കുറെ വീഡിയോസ് ഒക്കെ ആണല്ലോ ചെയ്യണത്. ഇപ്പൊ നിങ്ങളുടെ ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ വീഡിയോസ് റൂമിലുള്ള വീഡിയോസ് ആണ്. ആക്ച്വലി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഹാള് 2 ബെഡ്റൂമും. പിള്ളേരുള്ളതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. വീടിന്റെ ഒരു കോമ്പൗണ്ട് കാണാൻ ഫുൾ ക്ലോസ്ഡ് അല്ലേ. മുറ്റമാണെങ്കിലും നമുക്ക് ഒരുപാടൊന്നും ഇല്ല, ഈ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞങ്ങൾക്ക് കണ്ടന്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഈ റൂംസ് ആണ് ഏറ്റവും കൂടുതൽ. പിള്ളേരെ മാക്സിമം ഞങ്ങൾ ഇവിടെ കാർട്ടൂൺ കാണിച്ചിരുത്തന്നെ ഈ ഹാൾ സ്പേസ് ഞങ്ങൾക്ക് ഇല്ല. പിന്നെ ഉള്ള ഈ 2 റൂംസ് ആണ്. ഈ 2 റൂംസിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. കൺജസ്റ്റ് ആയിട്ടുള്ള അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടന്റ്. കാരണം ഇപ്പൊ ചില കുട്ടികളൊക്കെ വന്ന് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി നമുക്ക് പുറത്തോട്ട് വന്ന് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് വീഡിയോസ് പുറത്ത് പോയി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. അല്ലാണ്ട് എന്താ പറയാ, ബെഡ്റൂം സീൻസ് എന്ന് പറയാൻ പറ്റിയ എത്ര കണ്ടന്റ് ഒന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാം. ഞാൻ പറഞ്ഞ നമ്മളിപ്പം കൺജസ്റ്റ് ആയിട്ടുള്ള ഒരു റൂമില് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ ഫൈൻ, എനിക്കത് മനസ്സിലായി. പക്ഷെ അത് പുറത്തോട്ട് വരുമ്പം അതിങ്ങനെ വരണമെന്നില്ല, ഔട്ട്പുട്ട് അങ്ങനെ വരണമെന്നില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കട്ടെ എന്ന് കരുതി വെച്ചിട്ട് ഇനിയിപ്പോ ആങ്കർ ചോദിച്ചത് ശരിയായിട്ടുള്ളത്. ഇപ്പൊ ഇതുപോലെ ആരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? മീൻസ് ഇങ്ങനെയൊക്കെ എത്ര പേരെ ചെയ്തിട്ടുണ്ടാവും? അത് ഞാൻ പറയാം, ഫസ്റ്റ് ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ റിപ്ലൈ കൊടുക്കുമായിരുന്നു. റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ജോണുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കും ആദ്യമൊക്കെ കേട്ടാ. പിന്നെ എനിക്ക് മനസ്സിലായി വെറുതെ ഞാനതിന്റെ ഇവർക്കൊക്കെ വേണ്ടി എസ് എഴുതിട്ട് വെറുതെ സമയം കളയാൻ ഞാനിങ്ങനെ ബ്ലോക്ക് ചെയ്ത്. പക്ഷെ ഇപ്പൊ ഞാനും അപ്പൊ ആദ്യമൊക്കെ റിപ്ലൈ കൊടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ കമന്റ് നോക്കാറില്ല. ഇപ്പൊ നോക്കുന്ന ഇനിഷ്യലി കുറച്ച് കമന്റ്സ് നോക്കി സ്റ്റോപ്പ് ചെയ്ത് റിപ്ലൈ കൊടുക്കാറില്ല. പിന്നെ വളരെ അന്ന് സ്റ്റാർട്ടിങ് സമയത്ത് ഭയങ്കര ബോറായിട്ട് ഭയങ്കര മോശമായിട്ട് കമന്റ് ചെയ്യണവരെ നമ്മള് ബ്ലോക്ക് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഈ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാർ വേറെ ഐഡി വന്ന് പറയാറുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ക്യാരക്ടർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അതായത് ആൾ പറഞ്ഞതിനേക്കൊക്കെ കൂടുതൽ നല്ല രീതിയിൽ ജോ റിപ്ലൈ കൊടുക്കും. അപ്പൊ അങ്ങനെ ഇവരെ ചിലപ്പോ ആ ഒരു വീഡിയോയിൽ ഇപ്പൊ ഭയങ്കര ഡി ആയിരിക്കും. ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈം അതാണ്. കമന്റ്സ് വരുമ്പോ തന്നെ നമുക്ക് സങ്കടമൊക്കെ വന്ന ടൈമാണ് കേട്ടോ. ആ ടൈമില് റിപ്ലൈ ഒക്കെ കൊടുക്കുമായിരുന്നു. പക്ഷെ അവരുടെ അത്രയും ചീപ്പ് ലെവലിലേക്ക് പോകാൻ പറ്റാതാകുമ്പോഴാണ് കരയണതാവണത് ലാസ്റ്റ് ബ്ലോക്ക് ആക്കുന്നത്. ശരിയാണ്. നമുക്ക് ഇപ്പം ഒരാൾ പറയുന്ന രീതിയിൽ നമുക്ക് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ, അത് ഭയങ്കരമായിട്ടും അവര് നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇവര് പറഞ്ഞു ലവ് മാരേജ് ആണ്. അപ്പം 2 വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. 4 വർഷം അല്ലേ
4 വർഷം പ്രേമിച്ച് പിന്നെ കല്യാണം കഴിച്ചിട്ട് ഓക്കെ. അപ്പം ചെയ്യൽ നിങ്ങൾ രണ്ടുപേരുടെയും ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? കാരണം പ്രേമിച്ചപ്പോഴും കുറെ കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് കല്യാണത്തിന് മുന്നുള്ളതും ഇപ്പോൾ ഉള്ള ക്യാരക്ടേഴ്സിലൊക്കെ എന്താണ് കുറച്ച് ഡിഫറൻസ് തോന്നിയിട്ടുള്ള എന്ത് കാര്യത്തിലാണ്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അച്ഛനും അമ്മയായതാണ് ഞങ്ങള്. ആണ് അപ്പൊ കൊറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ കൊറേ സംസാരിക്കുമായിരുന്നു, ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞപ്പോ കൊറേ ബിസി ആയി. അപ്പൊ സംസാരിക്കാനും പിന്നെ ഈ വീഡിയോ ചെയ്യണൊക്കെ എല്ലാം കൂടെ പറയുമ്പോൾ നമ്മൾ ടയേർഡ് ആകും. കുറെ സംസാരിക്കാൻ സമയം എനിക്കാണെങ്കിൽ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഓൾറെഡി ഇച്ചാൻ്റെ അടുത്ത് കുറെ നേരം സംസാരിക്കാൻ ഇഷ്ടം. അപ്പൊ ഇച്ചിരി സംസാരം കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് ഒരു സങ്കടം വരും. അപ്പോ രണ്ടുപേരുടെയും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇനി വ്ളോഗ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും. കാരണം ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ വ്ളോഗ്സ്. കാരണം ശരിക്കും ഇവർക്ക് എന്താണെന്ന് അറിയോ, കുഞ്ഞു മക്കളായതുകൊണ്ട് അവർക്ക് വീഡിയോ ചെയ്യുന്നതിൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതിന്റെ ഒരു പ്രശ്നം. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യും, കോംപ്രമൈസ് ചെയ്ത് പിന്നും വീഡിയോ വ്ളോഗ് ആയിട്ട് വരാം. ഡെയിലി ഞാനിപ്പോ പറയാണ് എനിക്കൊരു ഡെയിലി വ്ളോഗ് കാണണം എന്നുണ്ട് നിങ്ങളെ. അപ്പൊ ഒരു ദിവസം ഡെയിലി വ്ളോഗ് ചെയ്യാം. ഓക്കെ, എനിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഒരുപാട് എന്താണ് സന്തോഷവും നന്മയും എല്ലാം ഉണ്ടാവട്ടെ. 12 മണി കഴിയുമ്പോ ആ പിടക്കൊക്കെ മാറി ഇങ്ങനെ എന്നും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.